ഇമ്രാൻ പുതിയ ഇന്നിംഗ്സ്. മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഓൾറൗണ്ടറായ ക്യാപ്റ്റൻ ഇമ്രാൻ ഖാൻ ലോകത്തെ മികച്ച പേസ് ബൗളർമാരിൽ ഒരാളാണ്. ടെന്നീസ് ലിലിക്കും മാൽക്കം മാർഷലിനും ജെഫ് തോമസറിനുമൊപ്പം അദ്ദേഹം തൊടുത്തുവിട്ട തീപാർന്ന യോർക്കറുകൾ ഗവാസ്കറും കപിലും റിച്ചാർഡുമടങ്ങുന്ന അന്നത്തെ ബാറ്റിംഗ് നിരയ്ക്ക് ആശങ്കയുള്ളതായിരുന്നു. ഇമ്രാൻ വെട്ടിയ വഴിയിലൂടെയാണ് അക്രവും അക്തറുമടങ്ങുന്ന പാക് ബൗളിംഗ് നിര ഒരു കാലത്ത് കളം നിറഞ്ഞു നിന്നത്. പാകിസ്ഥാന് വേണ്ടി 2 ദശകത്തോളം ക്യാപ്പണിഞ്ഞ ഇമ്രാൻ 300 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ ബൗളറാണ്. മികച്ച ബാറ്റിംഗ് ആവറേജും അദ്ദേഹത്തിനുണ്ട്. തൻ്റെ ക്യാപ്റ്റൻസിയിലാണ് 1992 പാകിസ്ഥാൻ ലോക കിരീടം ചൂടിയത്. സജീവ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇമ്രാൻ 1996 തഹ്രികെ ഇൻസാഫ് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ ഗോതയിൽ പുതിയ ഇന്നിംഗ്സിനിറങ്ങി. തിരഞ്ഞെടുപ്പിൻ്റെ കളിയിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെയും നവാസിൻ്റെ മുസ്ലിം ലീഗിനെയും മികച്ച മാർജിനിൽ തകർത്ത് വമ്പൻ സ്കോറിലായിരുന്നു ഇമ്രാൻ ഭരണത്തിൻ്റെ കപ്പുയർത്തിയത്. എന്നാൽ കളി ഫാസ്റ്റ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചിലല്ലെന്ന യാഥാർത്ഥ്യം തെളിയിച്ചുകൊണ്ട് അമിതമായി റൺസ് വഴങ്ങി. ഇമ്രാൻ്റെ റിവേഴ്സ് സ്വിങ്ങുകൾ ഇപ്പോൾ ലക്ഷ്യത്തിലേശാതെ ഭരണപരമായ പിടിപ്പുകേടിലും അമിതമായ ദൂരത്തിലും കലാശിച്ചു. കടത്തിൻ്റെ ചരിത്രപരമായ ശേഖരത്താൽ അമിതഭാരമുള്ള പാകിസ്ഥാനിൽ പകർച്ചവ്യാധി ബാധിച്ച സമ്പത്ത് വ്യവസ്ഥയ്ക്കൊപ്പം ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള ക്യാപ്റ്റൻ്റെ ശേഷിയിൽ പരിമിതികളേറെ വന്നതോടെ ഭരണത്തിൻ്റെ ക്രീസിൽ സ്കോർ ചെയ്യാനാകാതെ ഈ മുൻ ഓൾറൗണ്ടർ നിന്നുപരുങ്ങുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. കിട്ടിയ അവസരം മുതലെടുത്ത PPPയും PMLും അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികൾ ഇമ്രാൻ്റെ വിക്കറ്റ് ലക്ഷ്യമാക്കി അവിശ്വാസ പ്രമേയത്തിൻ്റെ ഗൂഗിളി എറിഞ്ഞു. അപകടം മണത്ത ഇമ്രാൻ നിഷ്പക്ഷനായിരിക്കേണ്ട സ്പീക്കറെ ഇറക്കി പ്രമേയത്തിൻ്റെ അവതരണാനുമതിയെ ബൗണ്ടറിയിലേക്ക് സ്വീപ്പ് ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ സുപ്രീം കോടതിയുടെ 3ാം അമ്പയറിങ്ങിൽ ഇമ്രാന് തിരിച്ചടിയായി മാറി. അതോടെ ഗ്രൗണ്ടിലേക്ക് വെള്ളക്കുപ്പികൾ വലിച്ചെറിയാനും പ്രക്ഷോഭം ഉണ്ടാക്കുവാനും അണികൾക്ക് ക്യാപ്റ്റൻ നിർദ്ദേശം നൽകിയെങ്കിലും അവിശ്വാസ പ്രമേയത്തിൻ്റെ പന്ത് നേരിടാൻ ഇമ്രാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഈ പന്ത് ഇമ്രാൻ്റെ വിക്കറ്റ് തെറിപ്പിച്ചാൽ പാക് മൈതാനിയിൽ ഭരണത്തിൻ്റെ മറ്റൊരു ഇന്നിംഗ്സിന് തുടക്കമാകും. അതിനു മുൻപുള്ള ജനവിധിയുടെ യോഗ്യതാ മാർച്ചിന് ഇമ്രാൻ കളിക്കുമോ? കാത്തിരിക്കാം.